നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് രാവിലെ പത്രത്തിലൊരു വാർത്ത ഉണ്ട്, ഒരു ഫോട്ടോയോടുകൂടി. തിരുവനന്തപുരം MP ശശി തരൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായിട്ട് ഇറക്കിയിരിക്കുന്നത് മുകേഷ് രാജിവെക്കേണ്ട. തരൂർ ഒരു തിരുവനന്തപുരം MP ആണ്. അദ്ദേഹം ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നത്, കേരളത്തിലും ഇന്ത്യയിലൊന്നും അല്ലേ ജീവിക്കുന്നത്. ഇവിടെ കൊല്ലം മുകേഷ് MLA, കൊല്ലത്തിൻ്റെ MLA രാജിവെക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അഹോരാത്രം ഇവിടെ കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും പിന്നെ ബിന്ദു കൃഷ്ണയും എല്ലാവരും രാവുന്നില്ല പകലുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ സമരം നടത്തുന്നു. എന്തിനാ? ഒറ്റ ഒരു ആവശ്യം തെറ്റ്, മുകേഷ് MLA ആ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാപ്പകൽ സമരം നടത്തുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചിന്നക്കടയിൽ ഇല്ലേ. ഞാനും അതിലിപ്പോൾ പങ്കെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും കൊല്ലത്തുകാരെ കോൺഗ്രസ്സുകാരുടെ ഒരു ആവേശം, ആ ആവേശം അണപൊട്ടി വന്നതാണ്. എന്ന് വെച്ചാൽ മഹിളാ കോൺഗ്രസ് തന്നെ ടേക്കപ്പ് ചെയ്ത് തിരുവനന്തപുരത്ത് MLAയുടെ മുകേഷിൻ്റെ വീട്ടിൽ പോയി പിക്കറ്റ് ചെയ്ത് സമരം ചെയ്ത്, കൊല്ലത്ത് MLAയുടെ വീട്ടിൽ എത്ര പ്രാവശ്യം മഹിളാ കോൺഗ്രസ് ഇടിയും മഴയായാലും വെയിലായാലും മറ്റേ വാട്ടർ ഗണ്ണിൻ്റെ ഇതിലായാലും എല്ലാം പ്രയാസപ്പെട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി രാജിവെക്കും വരെ സമരം എന്നാണ് ബിന്ദു കൃഷ്ണയെ പോലുള്ളവരും ഗീതാകൃഷ്ണനും പിന്നെ രാജേന്ദ്ര പ്രസാദ് DCC പ്രസിഡന്റ് ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ കൊല്ലത്തെ നേതാക്കന്മാരുടെ എല്ലാം ആഹ്വാനം. അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനവും അങ്ങനെ കടുംപിടുത്തത്തിൽ നിൽക്കുന്ന സംഭവത്തിൽ എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കേസാണ് അല്ലേ. അപ്പോൾ ഈ പെണ്ണ് കേസെന്ന് പറയുന്നത് മറ്റുള്ള കേസുകൾ ഒരു കൊലക്കേസാണെങ്കിൽ അബദ്ധത്തിൽ കൊന്ന എന്നൊക്കെ പറയാം. ഇത് പെണ്ണ് കേസെന്ന് പറഞ്ഞാൽ പെണ്ണിനെ റേപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അത് കോഗ്നൈസബിൾ ഒഫൻസാണെന്ന് തെളിഞ്ഞ് പുള്ളി മുൻകൂർ പോയി ജാമ്യം എടുത്തു. എന്നിട്ട് ഇന്നലെ കേരള പോലീസ് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ട് നിൽക്കുന്ന ഒരു പ്രതി. ഹി വാസ് അറസ്റ്റഡ് ഫോർ എ കോഗ്നൈസബിൾ ഒഫൻസ് ആൻഡ് സെക്ഷൽ ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് അത് തെളിയുകയാണെന്നെങ്കിൽ ജീവപര്യന്തം വരെ ജയിലിൽ കിടക്കാൻ്റെ ഒരു വകുപ്പാണ് അതിൽ. ഒരു ദാക്ഷിണ്യമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഈ ശശി തരൂരിനെ പോലുള്ള ഒരു തിരുവനന്തപുരം MP പറയേണ്ട കാര്യം എന്താ? അദ്ദേഹത്തിന് എന്താ കണ്ടോണ്ടിങ്ങനെ പറഞ്ഞ്? അദ്ദേഹം ഇവിടെ കൊല്ലത്തുള്ള കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ പ്രശ്നമല്ലേ? ഇത്രയും സമരം നടത്തുന്ന ഇതെല്ലാം TV എല്ലാവരും പുള്ളിയും കാണുന്നുണ്ട്. കണ്ടിട്ട് ഇത്ര അപമര്യാദയായി പെരുമാറുക എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു KPCC പ്രസിഡന്റ് പുള്ളിയെടുത്ത് ഒരു മറുപടി ചോദിക്കണം. വൈ ഡിഡ് യു സേ ദാറ്റ് എന്ന് വെച്ചാൽ ഒരു DCC എന്ന് പറയുന്ന ആ കൊല്ലം ജില്ലയുടെ അധികാരി കോൺഗ്രസിൻ്റെ ഇല്ലേ, അവരെല്ലാം കൂടെ എടുത്ത തീരുമാനം KPCCയുടെ ആഹ്വാനത്തോടുകൂടി നടന്ന ഒരു ആഹ്വാനം. എത്രയോ കേരളത്തിലെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വന്ന് ഈ സമരത്തെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് കൊല്ലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ബേണിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ വളരെ ലഘുവായിട്ട് വന്നുകൊണ്ട് പറയാം രാജിവെക്കേണ്ട, ഇത് എൻ്റെ അഭിപ്രായമാണെന്നൊക്കെ. ഹൂ is he to tell? Is he not belonging to the Congress party? Does he not have norms എന്ന് പുള്ളിക്ക് ബാധകമല്ലേ? അത് പുള്ളിക്ക് ഇനി വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എനിവേ ഇറ്റ് വാസ് വെരി ബാഡ് ഓൺ ഹിസ് പാർട്ട് ടു ഇൻ്റർഫിയർ ഇൻ സച്ച് കൊല്ലത്തെ ഇങ്ങനത്തെ ഒരു ബേണിംഗ് ഇഷ്യൂ. ഒരു സ്ത്രീ പീഡന കേസ്, വേറെ വല്ല കേസാണ് നമുക്ക് വിട്ടുകളയായിരുന്നു. സ്ത്രീകളുടെ എങ്ങനെയെങ്കിലും അത് ഉരുത്തിരിഞ്ഞ് വരെയാണ്. അതാ ഇന്നിപ്പോൾ വലിയ പ്രശസ്ത നടൻ അങ്ങേര് ഒളിവിൽ പോയിരിക്കും. എന്താ അങ്ങേര് ജാമ്യം പോലും നിശ്ചയിച്ചില്ല ഹൈക്കോടതി ഇല്ലേ. അതും അമ്മയുടെ വലിയ ജനറൽ സെക്രട്ടറി ആയിട്ട് താരരാജാക്കന്മാരുടെ കൂടെ ഉല്ലസിക്കുന്ന, ഒരു വായിൽ ഉണ്ടുറങ്ങുന്ന ആൾക്കാരായി ഈ താരരാജാക്കന്മാർ, ഈ സിദ്ദീഖ് ഉൾപ്പെടെ. സിദ്ദീഖിൻ്റെ കൂടെ ഉള്ള താരരാജാവിൻ്റെ അമ്മയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മോഹൻലാൽ മമ്മൂട്ടിയല്ല എവിടെ പോയി? ആർക്കും ഒരു അഭിപ്രായം പോലും ഇല്ലല്ലോ. ഇപ്പോൾ പോലീസ് എന്തോ ഉദാസീനത കാണിക്കുക. സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയാലും ജാമ്യം കിട്ടത്തില്ല. ഇന്നലത്തെ ഹൈക്കോടതിയിലെ ഓണറബിൾ ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കണം നിങ്ങൾ. എല്ലാ പഴുതുകളും അടച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് നോ ലൂപ്പ് ഹോൾ അറ്റ് ഓൾ. ആ ഒരു സൂപ്പറായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഈ കേസുകൾ കൊടുക്കുന്നുണ്ട്, എനിക്കും അറിയാം. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ പബ്ലിക് ഇൻട്രസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട്
ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. KPCC വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് അങ്ങനെ കൊണ്ട് തിരുത്തിക്കണം. തിരുത്തിയില്ലെങ്കിൽ അത് അതിൻ്റെ നാണക്കേട് മോശത്തിന് കൊല്ലം DCCക്കാണ്. അപ്പോൾ ഈ കിടന്ന് പാടുപെട്ടവരും വാട്ടർ ക്യാനിൻ്റെ അടിയുണ്ടതും പിടിയുണ്ടതും പോലീസിൻ്റെ തള്ളുകൊണ്ടതും ഇപ്പം സ്ത്രീകളുടെ അവരുടെയൊക്കെ രോഷം അങ്ങ് കെട്ടടങ്ങണോ ഈ വാർത്ത കണ്ട്? അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി വെരി റോങ് ഓൺ സ്പോട്ട്. ബീങ് എ ലിറ്ററേറ്റ് ഫെല്ലോ ലൈക്ക് ഹിം, he knows everything, he goes around the world and he talks of such things, maybe because he was indicted before in some cases like that. I don't know. Why is he saying it? He should not tell it. പുള്ളി അത് വിഡ്രോ ചെയ്യണം. സത്യം പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയത്, തെറ്റൊക്കെ ആർക്കും പറ്റാം. ടു എറർ ഇസ് ഹ്യൂമൻ എന്നാണ്, തെറ്റ് മാനുഷികമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വന്നിട്ട് ഈ കൊല്ലത്തെ ഈ DCCക്ക് ഒരു തുണ കൊടുക്കണം, അദ്ദേഹം ഒരു ഊർജം കൊടുക്കണം തിരിച്ചു വന്ന്. പറഞ്ഞില്ലെങ്കിൽ ഈ KPCC ഷുഡ് ടേക്ക് സം ആക്ഷൻ. എനിക്ക് തോന്നുന്നു K. സുധാകരൻ സാറ് അതിൽ വളരെ കണിശമായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്തിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് അത് പ്രസ്ഥാനം പിൻവലിപ്പിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു പ്രശ്നമാണിത്.